ഹൃദയത്തിൽ തൊട്ട് ഒരു നല്ല നമസ്കാരം. ഞാൻ മധുസൂദനൻ. ശാസ്താവിംഗ വ്ളോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. കേരളത്തിൻ്റെ തനത് അഭ്യാസമുറയാണ് കളരി. ഇത് വളരെ പണ്ട് കാലം മുതൽക്ക് തന്നെ നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. പണ്ട് കേരളത്തിലുണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാർ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കാലത്ത് അവരുടെ സേനയിലുണ്ടായിരുന്ന പടയാളികൾ അന്ന് ആധുനിക ഉപകരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അക്കാലത്ത് ശത്രുവിനെ കീഴ്പ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് പറയുന്നത് കായിക ശേഷി കൂട്ടി കായിക ശേഷിയിലൂടെ എതിരാളിയെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ല മാർഗം എന്നുള്ള രീതിയിലാണ് ഈ കളരിപ്പയറ്റ് അന്ന് അഭ്യസിച്ചു പോന്നിരുന്നത്. അപ്പോൾ നമ്മൾ വടക്കൻ പാട്ടുകളും തച്ചോളിയോധനൻ്റെ കഥകളുമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിൽ നമ്മുടെ ഒരു വീരനായകനാണ്, വടക്കൻ പാട്ടിലെ വീരനായകനാണ് തച്ചോളിയോധനൻ. അദ്ദേഹം കളരിപ്പയറ്റിൽ അഗ്രഗണ്യനായിരുന്നു. അത് നമ്മൾ ഒരുപാട് സിനിമകളിലൊക്കെ ഈ അഭ്യാസ മുറകളൊക്കെ കണ്ട് അറിഞ്ഞിട്ടുണ്ട്. അതിനടുത്തുള്ള അത്തിക്കൽ എന്ന സ്ഥലത്ത് ഗോപിയേട്ടൻ്റെ ഒരു സ്പോർട്സ് സിറ്റി ഉണ്ട്. ആ സ്പോർട്സ് സിറ്റിയിൽ ഒരു കളരി ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി PK സുകുമാരൻ ഗുരുക്കളുടെ നേതൃത്വത്തിലുള്ള കളരി സംഘം കളരി അഭ്യാസ പ്രകടനം നടത്തുകയുണ്ടായി. ഇതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. എല്ലാവരും ഈ വീഡിയോ ആദ്യാവസാനം കാണുക. കാരണം അത്രയേറെ അത്ഭുതകരമായ പ്രകടനമാണ് ഇവർ കാഴ്ചവെക്കുന്നത്. നമുക്ക് ഒരു നിമിഷം പോലും ഇതിൽ നിന്ന് കണ്ണ് മാറ്റുവാനോ അല്ലെങ്കിൽ ഒന്ന് ശ്വാസം വിടാനും പോലുള്ള ഒരു സമയം കിട്ടുന്നില്ല. അത്രയും ഗംഭീരമായ ഒരു പ്രകടനമാണ്. അപ്പോൾ ഈ പ്രകടനം ആദ്യാവസാനം കാണുക. 2-3 വീഡിയോ ആയിട്ടാണ് ഞാനിത് യൂട്യൂബിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ വീഡിയോവും കാണുക, ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. എല്ലാവരും ഇതുപോലുള്ള അഭ്യാസ മുറകൾ പരിശീലിക്കുക. അത് സ്വയം പ്രതിരോധത്തിനാവാം, നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിനാവാം. എല്ലാവരും ഈ ആരോഗ്യ സംരക്ഷണത്തിലൂടെ നല്ല ശരീരവും നല്ല മനസ്സുള്ളവരുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. വടിയുമൊക്കെ എടുത്തുകൊണ്ടുള്ള ഒരു പരിശീലനം രീതി, അതാണ് അത്രയും പഴക്കം എന്ന് പറയുന്നത്. ലോഹങ്ങൾ കണ്ടുപിടിക്കാത്ത കാലത്ത് തന്നെ ശരിക്കും കളരിയുടെ പരിശീലനം, പിന്നീടാണ് കളരി എന്ന രീതിയിലേക്ക് എത്തിയത്. ആ പരിശീലനത്തിലൂടെ വളർന്നു വന്നു. പിന്നീട് മനുഷ്യർ കൃഷി ചെയ്യുകയും ഗോത്രവർഗമായി താമസിക്കുന്ന കാലഘട്ടം എത്തുകയും ചെയ്തു. ആ കാലഘട്ടത്തിൽ മനുഷ്യനെ അവനവനെ തന്നെയും തൻ്റെ ഗോത്രത്തെയും അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങളും സമ്പത്തും ഒക്കെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അവർക്ക് പോരാടേണ്ടി വന്നു. അതിജീവനത്തിന് വേണ്ടി അവിടെ അവരുടെ സമ്പത്തുകൾ കൊള്ളയടിക്കുന്നു, കൊല്ലുന്നു. ഇന്നത്തെ പോലെ പോലീസും പട്ടാളവും കോടതിയും ഇല്ലാതിരുന്ന ഒരു നിയമവാഴ്ച ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ആയിരുന്നു അത്.
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുവരേക്കും ഗുഡ് ബൈ.